ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇങ്ങനെ പോകുന്നു. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്. ബാംഗ്ലൂർ പണ്ടത്തെ പോലൊന്നും അല്ല. പണ്ട് ബാംഗ്ലൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പെന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് നല്ല ചൂടാണ്. ഞങ്ങൾ 4th ഫ്ലോറും കൂടെ ആയതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പം ഇതൊന്നും അല്ല വിഷയം. അപ്പോൾ ഇന്ന് ഞാനൊരു ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അറിയാമല്ലോ, എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് സ്പോൺസർഷിപ്പ് ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ഇത് ജെന്യുവൻ ആയിട്ടുള്ളൊരു റിവ്യൂ ആണ്. ഇത് ഞാൻ കുറേ കാലമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു അനുഭവമാണിത്. ഓക്കെ, അപ്പം അത് പറയുന്നതിന് മുൻപേ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആദ്യം പ്രൊഡക്റ്റ് എന്തുവാണെന്ന് പറയാം. ഇത് വന്നിട്ട് നമ്മുടെ ഹിമാലയയുടെ നീം ഫേസ് വാഷാണ്. നമ്മൾ 1930 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും കണ്ടു കാണും. ഞാനിത് 1930 കാര്യം പറയാനൊരു റീസൺ ഉണ്ട്, അതുകൊണ്ടാണ് അത് ഞാൻ പറയാൻ വഴിയെ. അപ്പം ഇത് പിമ്പിൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത്. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. ഇപ്പം സെലിബ്രിറ്റികളും എല്ലാം ഇതിന് സ്പോൺസേർഡ് വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതലൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ഇത് വന്നിട്ടുണ്ട്, ഫേസ് വാഷുകളുണ്ട്. ഒരുപാട് ടൈപ്പ് നല്ല ബ്രാൻഡുകളുടെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇപ്പം ഞാൻ എന്തായാലും ഇതാണിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യം ഞാൻ പറയാം. ഇപ്പം ഞാൻ സാധാരണ നിങ്ങൾ കാണാറുണ്ടല്ലോ, ഞാൻ ഷോർട്സ് വീഡിയോസാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം ഞാൻ മേക്കപ്പ് ഇടാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഡാർക്ക് സർക്കിളൊക്കെ വരുന്നുണ്ട്. ഈ നേരത്തെ വന്ന പിമ്പിളിൻ്റെ പോറുകളെല്ലാം അതുപോലുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ? അതിൻ്റെ മാർക്കുകളൊക്കെ ഉണ്ട് എനിക്ക്. ഇന്ന് ഞാനിപ്പോൾ ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, കണ്ണെഴുതിയിട്ടുണ്ട്, ചെറുതായിട്ട് പൗഡർ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഫൗണ്ടേഷനോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഞാൻ ഷോർട്സ് ഇട്ടപ്പം എനിക്കൊരു കമൻറ്റ് വന്നതാണ്. ഞാനത് മോശമായിട്ടൊന്നോ നെഗറ്റീവായിട്ടോ ഒന്നും അല്ല കേട്ടോ പറയുന്നത്. ഞാൻ ഫിൽറ്റർ ഇടുന്നതിനെ പറ്റി ഒരു കമൻറ്റ് വന്നു കേട്ടോ. എൻ്റെ ഒരു സ്ഥിരം വ്യൂവറാണ്. എല്ലാ വീഡിയോസിനും കമൻ്റ് ഇടുന്ന ആളാണ്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്കല്ലാതെ വടയക്ഷി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനല്ലാതെ ഞാൻ ഒരു വീഡിയോയ്ക്കും ഫിൽറ്റർ ഇട്ടിട്ടില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നത് വീഡിയോസ് കൂടുതലും ഡേ ലൈറ്റിലാണ്. അപ്പോൾ ഡേ ലൈറ്റിൽ നമ്മൾ അതെന്ന് പറയുന്നത് നാച്ചുറൽ ലൈറ്റാണല്ലേ ഡേ ലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഡേ ലൈറ്റിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല മുഖത്തിന്, നമ്മൾ ആ ലൈറ്റിന് ഫേസ് ചെയ്ത് ഇരിക്കുമ്പോൾ തന്നെ മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ് ഫീൽ ഉണ്ടാവും. പിന്നെ നമ്മൾ മേക്കപ്പും ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. എൻ്റെ ഒരു ബിഗിനറായ എനിക്ക് അത് തന്നെ ധാരാളം. അപ്പം ഞാൻ ഫിൽറ്ററൊന്നും ഇടാറില്ല കേട്ടോ. ഇന്നിപ്പം ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടുമില്ല. പക്ഷേ ഇപ്പം ഞാൻ തുടങ്ങിയപ്പോഴത്തേയുള്ള അത്രയും ബ്രൈറ്റ്നെസ് ഇല്ല. കാര്യം എന്താ, വെയിൽ മങ്ങിയും വന്നും പോയി ഇരിക്കുമ്പം നമ്മുടെ ബ്രൈറ്റ്നെസ്സിന് വ്യത്യാസം ഉണ്ടാകും. ഞാൻ ലൈറ്റ് പോലും ഇപ്പം ഇട്ടിട്ടില്ല. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം അങ്ങനൊരു കമൻറ്റ് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കണ്ടോ, ഞാൻ കാണിച്ചല്ലോ ഇതൊക്കെ. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ തൊട്ടാണ്. ആ സമയത്താണല്ലോ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നത്, ആ ടീനേജ് ടൈമിൽ. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ, അത് ചെറിയതായിട്ടുള്ള പിമ്പിൾസൊന്നും അല്ലായിരുന്നു, നല്ല വലിയ പിമ്പിൾസ്. അത് വന്നിട്ട് അതിനകത്ത് നിന്ന് പഴുപ്പും ബ്ലഡും എല്ലാം വരുമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസിനേക്കാൾ ഉപരി അതിൻ്റെ പെയിൻ എന്ന് പറയുന്നത് നല്ല പെയിനായിരുന്നു. അത് ഇങ്ങനെ നല്ല ചുമന്ന് ഇങ്ങനെ വന്ന് ബൾബ് പോലെ ഇങ്ങനെ നിൽക്കും. കിടക്കുമ്പോഴൊക്കെ തട്ടി കഴിഞ്ഞാൽ അപ്പം ബ്ലഡ് വരും, പഴുപ്പ് വരും. അത്യാവശ്യം കുറേ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പം ആ സമയത്തൊക്കെ ഞാൻ നല്ലോണം
ജങ്ക് ഫുഡെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പോലത്തെ ജങ്ക് ഫുഡൊന്നും നമ്മളുടെ ടീനേജിലൊന്നും ഇത്രയൊന്നും ജങ്ക് ഫുഡൊന്നും ഇല്ല. പക്ഷേ അന്നൊക്കെ മിക്സ്ചർ, നമ്മുടെ 90s കിഡ്സിൻ്റെ സ്വന്തം മിക്സ്ചർ, പിന്നെന്താ ചിപ്സ്, നമ്മുടെ കപ്പ വറുത്തത്, മറ്റേ നമ്മളെ കോല് പോലെ ഇരിക്കുന്ന കപ്പ വറുത്തതുണ്ടല്ലോ, അതൊക്കെ ഞാൻ നല്ല രീതിയിൽ ഒരു കവറൊക്കെ ഒറ്റയടിക്കായിരുന്നു. സ്കൂളിൽ വിട്ടങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അത് കഴിക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിക്കുമായിരുന്നു. മുട്ട കഴിക്കുമായിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, മുട്ട ഇപ്പോഴും എനിക്ക് കഴിക്കാൻ പറ്റില്ല. മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് മുട്ട. പക്ഷേ ഭയങ്കര പറയരുതെന്ന് വിചാരിക്കും, പക്ഷെ അത് വായിക്കകത്തുനിന്ന് മാറില്ല, സോറി. അപ്പം ഈ മുട്ട കഴിക്കുമ്പം ഇപ്പോഴും എനിക്ക് പ്രശ്നമുണ്ട് കേട്ടോ. ബാക്കിയുള്ള ജങ്ക് ഫുഡ്സൊക്കെ ഞാൻ നല്ല രീതിയിൽ ഞാൻ അവോയ്ഡ് ചെയ്തു. അന്ന് തൊട്ട് ഇപ്പോൾ വരെയും ഞാൻ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നിർത്തിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 10ാം ക്ലാസ് എന്ന് പറയുമ്പം ഏകദേശം 15 വയസ്സ് കൂട്ടിക്കോ, 15 വയസ്സ്. അപ്പം തൊട്ട് ഇപ്പം എനിക്ക് വയസ്സ് പറയണ്ടല്ലേ. അപ്പോൾ ഇത്രയും നാളായിട്ടും ഏകദേശം എന്നാലും 10-20 വർഷം കൂട്ടിക്കോ. അപ്പോൾ വയസ്സായല്ലേ, വയസ്സ് മനസ്സിലാവുമല്ലേ കണക്ക് കൂട്ടുമ്പോൾ. ഓക്കെ. അപ്പോൾ ഇത്രയും നാളായിട്ടും ഞാൻ കഴിക്കത്തില്ല എന്നല്ല പറയുന്നത്. പക്ഷേ എന്നാലും എനിക്ക് ജങ്ക് ഫുഡിനോട് പൊതുവേ ഈ എണ്ണയിലുള്ള ഫുഡിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഈ മെയിൻ കോഴ്സ് കഴിക്കുന്നതല്ലാതെ ഇങ്ങനത്തെ ജങ്ക് ഫുഡിനോട് എനിക്ക് പൊതുവേ അധികം താല്പര്യമില്ല. അപ്പം ഞാൻ അന്ന് തൊട്ടേ ഒഴിവാക്കി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പല മരുന്നുകളൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കിപ്പം ആയുർവേദിക് മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് ചെറുതായിട്ടൊന്ന് കുറയുമെങ്കിലും ശരിക്കും എഫക്റ്റീവ് ആയത് ഈ ജങ്ക് ഫുഡ് നിർത്തിയപ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ 90s കിഡ്സിൻ്റെ സമയമൊക്കെ തൊട്ടേ ഈ ഹിമാലയൊക്കെ ഉണ്ട്. അതിനു മുമ്പേ ഉണ്ട് അല്ലേ, അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അതിനു മുമ്പേ ഉണ്ട്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു സമയത്താണ് ഈ ഹിമാലയ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ആണെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ സ്മെല്ലൊന്നും പറ്റത്തില്ല. അതായത് ഇൻറ്റൻസീവായിട്ടുള്ള സ്മെല്ലൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഒത്തിരി ഇൻറ്റൻസീവായിട്ടുള്ള സ്മെല്ല് പറ്റില്ല. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെ എനിക്ക് അതൊരു നല്ല ഫേസ് വാഷായിരുന്നു. എനിക്ക് അന്നും ഉപയോഗിച്ചപ്പോൾ എനിക്കത് നല്ല എഫക്റ്റീവായിരുന്നു. പക്ഷേ പിന്നെ പോകെ വന്ന് കുറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മടി എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അത് ഉപയോഗിക്കാതായി. എന്നുവെച്ചാൽ ഉണ്ട്, എപ്പോഴും ഇത് കാണും വീട്ടിൽ. പക്ഷേ അങ്ങനെ കൃത്യമായിട്ടൊരു ഉപയോഗം അങ്ങനെയൊന്നുമില്ല. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ സമയത്തൊന്നും ഈ സ്കിൻ കെയർ ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴത്തെ എന്താ പറയുക, 10ാം ക്ലാസ്സല്ല, അതിന് മുമ്പ് തൊട്ട് തന്നെ പിള്ളേരെല്ലാം സ്കിൻ കെയർ ചെയ്യുന്നു അല്ലേ. നമ്മളെവിടെ സ്കിൻ കെയർ ഒന്നുമില്ല അന്ന്. അപ്പം പക്ഷേ പറഞ്ഞ പോലെ ഇടവിട്ട് ഉപയോഗിക്കുമായിരുന്നു. പിമ്പിൾ വരുമ്പോൾ ഉപയോഗിക്കും, പിന്നെ പോയി കഴിയുമ്പോൾ മടി കയറും, ഓർക്കത്തില്ല, അല്ലേ അങ്ങനെ പോവും. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ബാക്കി ഇങ്ങോട്ടുള്ള വർഷങ്ങളിലൊക്കെ പഠിക്കാൻ വേറെ സ്ഥലത്ത് പോയി. അപ്പോഴും ഇതുപോലെ പിമ്പിൾസ് വരുമ്പോൾ ഉപയോഗിക്കും, പിന്നെ നിർത്തും, അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഒരു ലാസ്റ്റ്, അതായത് 1 ഇയർ 2024 തൊട്ട് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ പല ഇതൊക്കെ ഉപയോഗിച്ച് നോക്കി കേട്ടോ. ഫേസ് വാഷുകളൊക്കെ ഉപയോഗിച്ച് നോക്കി. പക്ഷേ എനിക്കതൊന്നും എനിക്ക് പറ്റുന്നില്ല. അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് കൂടുന്നതായിട്ടോ, അല്ലെങ്കിൽ ഇപ്പം പിമ്പിൾസ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് വേറൊരു ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് പിമ്പിൾസ് കൂടുന്നു. പിന്നെ ഞാൻ ഇതിനകത്ത് ഇതിപ്പോൾ പ്രൊമോട്ട് ചെയ്യുവോ അങ്ങനെയൊന്നുമല്ല, എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. സീരിയസ് ആയിട്ടുള്ള ഇതാണ്, വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പം വേറുള്ള ബ്രാൻഡുകൾ കൊള്ളത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു കാര്യം, ഇതിലൊക്കെ ഉപരി നമ്മുടെ ഓരോരുത്തരുടെയും, എത്ര മനുഷ്യരുണ്ടോ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് വേറെയാണല്ലേ. എല്ലാവർക്കും എല്ലാ സാധനം പറ്റണമെന്നില്ല. ഇപ്പം ഞാൻ ഈ ഉപയോഗിക്കുന്നത് വേറൊരാൾക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല അല്ലേ. അപ്പം പക്ഷേ നമ്മൾ പല ഫേസ് വാഷുകൾ ട്രൈ ചെയ്യുമല്ലോ. ട്രൈ ചെയ്തിട്ട് നമ്മൾ പലത് ട്രൈ ചെയ്യുമ്പോഴേ നമുക്ക് നമ്മളുടെ ടൈപ്പിന് പറ്റിയ, നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ കറക്റ്റായിട്ടുള്ള ഒരു ഫേസ് വാഷ് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ. പക്ഷേ അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് മാക്സിമം അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. അപ്പം അതേ ചെയ്യാൻ പറ്റുള്ളൂ.
ഇപ്പോൾ ഞാൻ ഒരു ബ്രാൻഡിനെയും കുറ്റം പറയാനോ അങ്ങനെയൊന്നുമില്ല. കാര്യം നമുക്കറിയില്ല. ഓരോരുത്തർക്കും ഓരോന്നാണ് പറ്റുന്നത് അല്ലേ? അപ്പം അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം പിന്നെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വലിയ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. സത്യം പറഞ്ഞാൽ എനിക്കതിനുള്ള സമയമില്ല. അതാണ് വാസ്തവം. അപ്പോൾ ഇപ്പം ഞാൻ എന്നാലും കുറച്ച് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ പറയാം. ചെറിയ രീതിയിലുള്ള ഞാൻ രാവിലെയും വൈകിട്ടും, അതായത് മൊത്തത്തിൽ ഞാൻ 4 തവണ ഫേസ് വാഷ് ചെയ്യും. പക്ഷേ നമ്മുടെ ഈ ഹിമാലയയുടെ ഫേസ് വാഷ് വെച്ചിട്ട് ഞാൻ ദിവസത്തിൽ 2 തവണ വാഷ് ചെയ്യും. രാവിലെയും രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും വാഷ് ചെയ്യും. പിന്നെ മേക്കപ്പ് ഇപ്പം നമ്മൾ ഈ ഷോർട്സ് ഇടുന്നത് കൊണ്ട് തന്നെ എന്നും ചെയ്യേണ്ടി വരുമല്ലോ. മേക്കപ്പ് ഇടാറുണ്ട്, ഫൗണ്ടേഷനൊക്കെ ഉപയോഗിക്കണമല്ലോ. ഇത് ഉപയോഗിച്ച ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇത് മുഖത്തിരിക്കുമ്പോൾ തന്നെ ഭയങ്കര അസ്വസ്ഥതയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് കഴുകിക്കളയണമെന്നുള്ള ചിന്തയേ ഉള്ളൂ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ. അതൊരു കാര്യം. പിന്നെ നമ്മുടെ മുഖത്ത് അത് വെച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. എത്രയാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ കെമിക്കൽസ് ഉണ്ടാവും. കെമിക്കൽസ് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റും ഇല്ലെന്നൊന്നും നമുക്ക് വാദിക്കാൻ പറ്റില്ല. അപ്പം എന്ന് വെച്ചാൽ നമുക്കിത് ഉപയോഗിക്കാതിരിക്കാനും പറ്റത്തില്ല അല്ലേ? അപ്പം ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാതെ അവർക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാനും നല്ല പ്രസൻറ്റബിളായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മളിതൊക്കെ ചെയ്ത് തന്നെ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ വീഡിയോസ് ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ ഞാൻ ഫേസ് വാഷ് ചെയ്ത് നല്ലോണം ഈ ഹിമാലയയുടെ ഇത് വെച്ചിട്ട് നല്ലോണം വാഷ് ചെയ്ത് ഞാനത് ക്ലീൻ ആക്കും. അപ്പം 2 നേരം നമ്മൾ ഫേസ് വാഷ് ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്യും. ബാക്കി ഇടയ്ക്ക് ഉച്ചയ്ക്കും ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അല്ലാതെ നോർമൽ വാട്ടറിൽ ഞാൻ വാഷ് ചെയ്യും. കാര്യം എനിക്ക് പിമ്പിൾസ് ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ടൈപ്പ് സ്കിൻ ആയതുകൊണ്ട് തന്നെ അത് ഓയിലിയാണ് എൻ്റെ സ്കിന്ന്. അപ്പം അത് ഇടയ്ക്ക് വാഷ് ചെയ്തില്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഓയിലി ഇങ്ങനെ ഫീൽ വരികയും ചെയ്യും. അപ്പം അത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയയുടെ തന്നെ മറ്റേ ഡാർക്ക് സ്പോട്ട് ക്ലിയറിങ് ഫേസ് സെറം. ഇതിപ്പോൾ ഞാനിപ്പോൾ 2 കുപ്പിയായി ഉപയോഗിക്കുന്നത് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണ്ട്, അതായത് 10 വർഷം മുന്നേ ഉള്ള പാടൊക്കെ 2 കുപ്പി ഉപയോഗിച്ച് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി അത്യാഗ്രഹമായി പോകുമെന്ന് തോന്നുന്നല്ലേ? അപ്പം എനിക്കിപ്പോൾ വരുന്ന പിമ്പിൾസ് ഉണ്ടല്ലോ, ആ പിമ്പിൾസിൻ്റെ പാടം വരുന്നതുണ്ടല്ലോ, എനിക്കിവിടെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത് ശരിക്കും ആ ഡാർക്ക് സ്പോട്ട് ശരിക്കും ഇപ്പം ഡിം ആവുന്നുണ്ട്. മാറിയെന്നല്ല ഞാൻ പറഞ്ഞത്, ഡിം ആവുന്നുണ്ട്. കണ്ടോ? ഇതൊക്കെ റീസെൻ്റാണ്. പക്ഷേ ഈ കുഴികളൊക്കെ കണ്ടോ? ഇതൊക്കെ പണ്ട് തൊട്ടേ ആദ്യത്തെ +2 സമയത്ത് തൊട്ടുള്ള കുഴികളാണ്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇതെനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്കിത് അഫോർഡബിളുമാണ് അല്ലേ? സാധാരണക്കാർക്കും ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റണമല്ലോ അല്ലേ? അപ്പം ഈ ഹിമാലയ ആണെങ്കിൽ കൂടെ ഇതിനും നമുക്ക് അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് അല്ലേ? അപ്പം അതാണ് പറയാനുള്ളത്. അതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. ഫേസ് വാഷ് ചെയ്യും. പിന്നെ ആഴ്ചയിലൊരിക്കൽ ഞാൻ എന്തെങ്കിലും ഒരു മാസ്ക് ഇടാൻ, അതായത് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ടുള്ള എന്തെങ്കിലും മാസ്ക് ഇടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഇതിന് മുമ്പ് ഇതൊന്നും ചെയ്തിരുന്നില്ല, ഇപ്പോൾ ശ്രമിക്കാറുണ്ട്. ഇതല്ലാതെ വലിയ സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്യാറില്ല. അപ്പം നിങ്ങൾക്ക് എന്താ പറയുന്നത്, നിങ്ങൾ ട്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്കിതും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന, സാധാരണക്കാർക്ക് അല്ലെ ബിഗിനേഴ്സിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം, ഇത് ട്രൈ ചെയ്യാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്കിൻ ടൈപ്പിനനുസരിച്ച് നമ്മൾ മാറ്റി ഉപയോഗിക്കുക. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.